വാർത്തകൾ തുടരുന്നു. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം-8 തേവാരം റോഡിന് സാധ്യത വീണ്ടും തെളിയുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർത്തതോടുകൂടിയാണ് വികസന കുതിച്ചുചാട്ടത്തിന് വഴി തെളിയുന്ന പാതയുടെ സാധ്യത തെളിയുന്നത്. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകും. ഹൈറേഞ്ചിലെ കുടിയേറ്റക്കാലത്ത് ഏറെ സജീവമായിരുന്ന പാതയാണ് നെടുങ്കണ്ടത്തിന് സമീപം തേവാരം-8 നിന്നും തേവാരത്തേക്കുള്ളത്. ഹൈറേഞ്ചിലെ മറ്റ് അന്തർസംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലെ താഴ്വാരത്തിലെത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. മുൻപ് ജീപ്പ് റോഡ് ഉണ്ടായിരുന്ന പാത ഇന്ന് കുറ്റിക്കാടുകൾ കയറിയ നിലയിലാണ്. റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും. മുൻപ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പാതയ്ക്ക് വേണ്ടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർക്കുകയാണ്. അടിയന്തരമായി പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി കേരള തമിഴ്നാട് ഗവൺമെന്റുകളെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ. കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഈ 3 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ച് പണ്ട് വാഹനങ്ങൾ ഓടിയിരുന്നു, ആളുകൾ യാത്ര ചെയ്തിരുന്നു. പണ്ടുണ്ടായിരുന്ന റോഡ് പുനർനിർമ്മിച്ചാൽ ഒരു വലിയ വികസനം നാടിന്റെ പൊതുമണ്ഡലത്തിനുണ്ടാകും. തേനി മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ 40 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി. അതുപോലെ മധുരയിലെ പട്ടണത്തിലേക്ക് പോകാനും തേനിയിലെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകാനും തമിഴ്നാടുമായി വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഉപകരിക്കുന്ന വഴിയാണിത്. ഇതിന്റെ നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. கம்பமெட்டு பொடிமெட்டு பாதையில் வைத்து பார்த்தால் நம்முடைய பாதை வந்துட்டு அரை மணி நேரம் போதுமான அளவில் நமக்கு கேரளாவிலிருந்து உடுப்பஞ்சோலையிலிருந்தோ இங்கே வரக்கூடிய வாய்ப்புகள் ஏற்படும். ஒரு அத்தியாவசிய மெடிக்கலுக்கோ ஒரு ஆஸ்பத்திரி ட்ரீட்மெண்ட்டுக்காக செல்வதற்கு அந்த மெடிக்கல் காலேஜ் கோட்டயத்துக்கு செல்ல வேண்டியது இருக்கிறது. இங்கே தேனியில் உள்ள கானாவிளக்குக்கு சென்றால் அரை மணி நேரம் 30 நிமிஷம் தாராளமாக சென்று வரலாம். ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകളിൽ ദിവസേന ജോലിക്കെത്തുന്ന 10,000-കണക്കിന് തമിഴ് തൊഴിലാളികൾ, ശബരിമല തീർത്ഥാടകർ എന്നിവർക്ക് ഗുണകരമാകും. നെടുങ്കണ്ടത്ത് നിന്നും തേനി മധുര മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററോളം ലാഭിക്കാം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.